ചേർത്തല ചാലിൽപ്പള്ളിയിലെ തിരുഹൃദയ ദർശന തിരുനാൾ ജനുവരി 30 തുടങ്ങും. തിരുനാളിന് മുന്നോടിയായി തിരുനാൾ നോവേന തുടങ്ങി. ചേർത്തല ചാലിൽപ്പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയ ദർശന തിരുനാൾ 30 തുടങ്ങും. തിരുനാളിന് മുന്നോടിയായി തിരുനാൾ നോവേന തുടങ്ങി 29 സമാപിക്കും. ദിവസേന വൈകുന്നേരം 5 ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന, നോവേന എന്നിവയുണ്ടാകും. 26 മുതൽ 29 വരെ വാർഷിക ധ്യാനവും നടത്തും. ദിവസേന വൈകുന്നേരം 5 ജപമാല, തുടർന്ന് വിശുദ്ധ കുർബാന, നോവേന എന്നിവയും ഉണ്ടാകും. വ്യാഴാഴ്ച വൈകുന്നേരം 4:30 ആഘോഷമായ ദിവ്യബലി, ദിവ്യകാരുണ്യ പ്രദർശനം, തുടർന്ന് തിരുനാൾ കൊടിയേറ്റ് എന്നിവ നടക്കും. വികാരി ഫാദർ ഡൊമിനിക് കാച്ചിപ്പള്ളി കൊടിയേറ്റിനെ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ ഫെബ്രുവരി 2 വൈകുന്നേരം 4:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തുടർന്ന് ആഘോഷമായ പ്രദർശനം, ഫ്യൂഷൻ പ്ലേ എന്നിവ നടക്കും. ചേർത്തല പ്രദേശത്തെ ഒരുപാട് ചരിത്രമുള്ള ഒരു പള്ളിയാണ് ചാലിൽപ്പള്ളി. തിരുഹൃദയ നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. 1881 സ്ഥാപിതമായ ദേവാലയമാണ് ചാലിൽപ്പള്ളി. അന്നു മുതൽ തന്നെ ഒരുപാട് വശങ്ങളിലൂടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഈ പള്ളി നാനാജാതി മതസ്ഥർക്ക് ഒത്തിരി അനുഗ്രഹമായിട്ട് നിലനിൽക്കുന്ന പള്ളിയാണ്. ഈ 2025 ആണ്ടിലെ ദേവാലയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഒരു ദിവസങ്ങളിലൂടെ. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടന്നത് 50 പ്രസിദ്ധന്മാരാണ്. അതുകൊണ്ട് തന്നെ 2025 തിരുനാളിന് കുറേ കൂടി തെളിച്ചവും ഭംഗിയുമൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് വരുമ്പോൾ തിരുനാളൊരുക്കമായുള്ള നൊവേനകൾ ഈ ദിവസങ്ങളിലൂടെ നടക്കുന്നുണ്ട് 9 ദിവസത്തെ. അതുകൂടാതെ ഞായറാഴ്ച ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള തിരുനാൾ ഒരുക്കമായുള്ള ധ്യാനം ആരംഭിക്കുന്ന 4 ദിവസത്തെ. അതിനുശേഷം വ്യാഴം വെള്ളി, അതായത് ജനുവരി 30 വ്യാഴം മുതൽ ഫെബ്രുവരി 2 ഞായർ വരെയാണ് പ്രധാന തിരുനാൾ ദിവസങ്ങളായിട്ട് വരിക. അതിൽ വ്യാഴാഴ്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിട്ട് പ്രധാനപ്പെട്ട ഒരു ദിവസം, വെള്ളിയാഴ്ച പ്രസിദ്ധന്തി വാഴ്ച, തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരെ പ്രസിദ്ധന്തി അവരെ വാഴിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അന്നേ ദിവസം എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സാമൂഹ്യ നാടകം, ശാന്തം എന്ന പേരിലുള്ള സാമൂഹ്യ നാടകം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ശനി ഞായർ ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട നല്ല ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നാനാജാതി മതസ്ഥർ എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന 2 പ്രദക്ഷിണമാണുള്ളത്. അതിനോട് ചേർന്നുള്ള വാദ്യമേളങ്ങളുടെ ആഘോഷവും മറ്റുമാണ് തിരുനാളിനോട് ചേർന്നുള്ള ഈ ദിവസങ്ങളിലെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും. ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കും. ഒപ്പം